ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 95 കോടി പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ടവനോടെ പാനിന്ത്യൻ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറം എന്ന സിനിമയുടെ കേരള ഗ്രോസ് 55 കോടി രൂപയ്ക്ക് മുകളിലും വേൾഡ് വൈഡ് ഗ്രോസ് 95 കോടി കളക്ഷൻ കിടക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇപ്പോഴത്തെ സിനിമ ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത ഏറ്റവും പുതിയ നേട്ടങ്ങളെക്കുറിച്ചും ഏറം മറികടന്ന വിവിധ സിനിമകളുടെ ഫൈനൽ കളക്ഷനെ കുറിച്ചെല്ലാം തന്നെയാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 90 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് ഗ്രോസ് ഏറം എത്തപ്പെട്ടതോടെ ഈ 2024 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ ഗുരുവായൂർ അമ്പല നടയിൽ ഫൈനൽ കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. പൃഥ്വിരാജ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടന്നതോടെ 100 കോടിയിൽ താഴെ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ഏറം മാറിയിരിക്കുകയാണ്. ഇനി സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് 100 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിലെ നേട്ടങ്ങളിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തിലെ ഓണം വിന്നറായ RDXന്റെ ഫൈനൽ കേരള ഗ്രോസ് കഴിഞ്ഞ ദിവസം ഏറം മറികടന്നിരിക്കുകയാണ്. 52 കോടി 50 ലക്ഷമായിരുന്നു RDXന്റെ ഫൈനൽ കേരള ഗ്രോസ്. നിലവിൽ 55 കോടിയിലേക്ക് കേരള കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന 3D സിനിമ കൂടിയായ ഏറം എന്ന സിനിമയ്ക്ക് ഇനി കേരള ബോക്സ് ഓഫീസിൽ അടുത്തതായിട്ട് മറികടക്കേണ്ടത് 2 തമിഴ് സിനിമകളുടെ ഫൈനലാണ്. അതിലൊന്ന് ലാലേട്ടൻ രജനി കോമ്പോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ജയിലർ ഫൈനൽ കളക്ഷൻ ആണെങ്കിൽ മറ്റൊന്ന് വിജയുടെ ലിയോ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. ലിയോയുടെ ഫൈനൽ 60 കോടിയായിരുന്നു കേരളത്തിലെങ്കിൽ ജയിലറിൻ്റെത് 57 കോടി 70 ലക്ഷത്തിന് മുകളിലായിരുന്നു. ഇതിൽ തിങ്കൾ മുതലുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ കളക്ഷൻ കൊണ്ട് ഒരുപക്ഷെ ഏറം എന്ന സിനിമയ്ക്ക് ജയിലറിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ലിയോയുടെ ഫൈനൽ കളക്ഷനായി 60 കോടിയിലേക്ക് ഏറമിന് കേരള ബോക്സ് ഓഫീസിൽ എത്തപ്പെടാൻ കഴിയുമോ എന്നത് നിലവിൽ സംശയകരമാണ്. എന്തായാലും കാത്തിരിക്കൂ ഏറമിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് ഏതെല്ലാം സിനിമകളെ ചിത്രം മറികടന്നു എന്ന് അറിയാനായിട്ട്.